വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടുമോ, അതിനുള്ള ടെക്നിക്സും ഐഡിയാസൊക്കെ ഇടുമോ എന്നുള്ളത്. അതുപോലെയുള്ള ഒരു സിമ്പിൾ ടിപ്പുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വീട്ടിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് പോലെയുള്ള ഇങ്ങനെയുള്ള കേക്കുകൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. 5 മിനിറ്റ് മതി. ചില്ലറ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലെയുള്ള കേക്കുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. ഞാനിപ്പം 1 kg പാകത്തിലുള്ള ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ലെയറൊക്കെ ഞാൻ ഐസിങ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് മാക്ടോപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ UAE-ലാണുള്ളത്. നാട്ടിലാണെങ്കിൽ സ്റ്റാർ വിപ്പ്, റിച്ച്, ഇതൊക്കെ നല്ല വിപ്പിംഗ് ക്രീമുകളാണ്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ അതിന് ആൻസേഴ്സ് തരുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളെ കയ്യിൽ ഇപ്പം കേക്കിൻ്റെ സാധനങ്ങളില്ല, അതായത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനൊന്നും വിഷമിക്കേണ്ട. അതിനൊക്കെയുള്ള ടിപ്പ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ സ്പാച്ചുല ഇല്ലയെന്ന് വിചാരിക്കുക. ഇതുപോലെയുള്ള ഒരു പരന്ന കത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുലേൻ്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും. ഞാനൊക്കെ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിതുപോലെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഒരുപാട് ഫിനിഷിംഗ് ആയിട്ട് നല്ല സ്മൂത്തായിട്ടൊന്നും കിട്ടണ്ട. കാരണം നമ്മൾ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ കത്തി ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ കേക്കിൻ്റെ ആയിട്ടുള്ള സംഭവം തന്നെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഞാനിത് ഒരുപാടൊന്നും സ്മൂത്ത് ആക്കിയിട്ടില്ല. സാധാരണ ബേസിക്കായിട്ട് ഇപ്പോൾ ഒരാളങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് സ്മൂത്തായിട്ടൊന്നും വേണ്ട. ജസ്റ്റ് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഷാർപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ കത്തി കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കത്തി ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തിട്ട് ഈ എഡ്ജസ് ഒന്ന് ഷാർപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഓരോ തവണ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള നല്ല ക്രിസ്പായിട്ടുള്ള എഡ്ജസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഫ്ലാറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അലൂമിനിയം ഫോയിലിൻ്റെ ടെക്നിക്ക് ചെയ്യാം. ഒരു ചെറിയ പീസ് അലൂമിനിയം ഫോയിൽ എടുക്കുക. അതിലൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേലൊരു ടെക്സ്ചർ വരും. ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മേലെ കോപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുമില്ല, ചെറുതായിട്ട് അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. മെല്ലെ മെല്ലെ ഒന്ന് തട്ടിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഡീപ്പായിട്ട് നല്ല വെയിറ്റ് കൊടുത്തിട്ട് പ്രസ് ചെയ്യരുത്. ചെറുതായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടെക്സ്ചർ നമ്മുടെ കേക്കിൻ്റെ മേലേക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മുഴുവൻ കേക്കും ഈ ഒരു രീതിയിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ നമുക്ക് കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കിട്ടും. നിങ്ങൾ കത്തി ഉപയോഗിച്ചിട്ട് കേക്കിൽ ആ ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നീറ്റായിട്ട് നിങ്ങൾക്ക് ഇത് ആയി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐസിങ് ഒന്നും ചെയ്യാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു ബേക്കറെ കയ്യിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ കേക്ക് പോലെ തന്നെ ഇരിക്കും. കസ്റ്റമൈസ് ചെയ്ത കേക്ക് പോലെ തന്നെ ഉണ്ടാവും. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ സൈഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അടിഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിബൺ അറ്റാച്ച് ചെയ്യാം. അതല്ല പേൾസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡെക്കറേറ്റ് ചെയ്യുന്ന പേൾസും സ്പ്രിങ്കിൾസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിയിലൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം മുകളിൽ ഒരു ഫ്ലവറും 2 ലീഫും ആഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ കളേഴ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ളതൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.